നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്. എറണാകുളമാണ് സ്വദേശം. എൻ്റെ വീട്ടിൽ മമ്മി, ഡാഡി, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് നെവിൽ. മോനുണ്ട്. മോൻ്റെ പേര് അലസ്റ്റർ എന്നാണ്. പിന്നെ അപ്പ, അമ്മ, അനിയത്തി, അങ്ങനെ എല്ലാവരും ഉണ്ട് വീട്ടിൽ. എല്ലാവർക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ച് തുടങ്ങിയ പാട്ടാണ്. എന്നുവെച്ചാൽ ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് സമയത്ത്, ആ ഒരു പ്രായത്തിൽ ആദ്യമേ തന്നെ അപ്പക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പയുടെ പേര് മെൽബിൻ എന്നാണ്. അപ്പ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ പാട്ടുകളാണ് കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യം ഞാൻ പഠിച്ച പാട്ടായിട്ട് അപ്പ പറയാറുള്ളൊരു പാട്ടാണ് ഈ അല്ലിയാമ്പൽ എന്ന് തുടങ്ങുന്ന ഗാനം. അതുകൊണ്ടാണ് ഈ പാട്ട് തന്നെ ആദ്യമായിട്ട് പാടി അങ്ങ് തുടങ്ങിയത്. അതുകൂടാതെ കുറച്ച് പാട്ടുകളും കൂടെ അപ്പക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് പാട്ടുകളും കൂടെ ഉണ്ട്. അതിലൊന്നാണ് കായാമ്പൂ എന്ന് തുടങ്ങുന്ന ഗാനം. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിരിയും അനുരാഗവതി നിൻചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. ഇങ്ങനെ കുറച്ച് പാട്ടുകൾ അപ്പ സ്ഥിരമായിട്ട് പാടിപ്പിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് വലിയ ഇഷ്ടമാണ്, പാടാനും കേൾക്കാനും. ചില സമയത്ത് പാട്ട് പറഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ അതിനും ചിലപ്പോൾ വഴക്ക് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പയും അമ്മയും ഒരുപോലെ 2 പേർക്കും പാട്ടിഷ്ടമാണ്. അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അമ്മക്ക് കുറച്ചുകൂടെ പാട്ടുമായിട്ട് കുറച്ചധികം ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം അമ്മയുടെ ഗ്രാൻഡ് ഫാദറാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ. മലയാള സിനിമയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന കുറച്ച് നടനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗായകനും ഒക്കെയാണ് അപ്പാപ്പൻ. അപ്പോൾ അപ്പാപ്പൻ്റേതായിട്ടുള്ള ഒരു പാട്ട് പാടാതെ വയ്യ. അതിനകത്ത് പണ്ടത്തെ ജീവിത നൗക എന്ന് പറയുന്ന ഒരു സിനിമയിൽ അപ്പാപ്പനും അതുപോലെ തന്നെ അമ്മാമ്മയും കൂടെ 2 പേരും പാടി അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു ഗാനമാണ് അടുത്തായിട്ട് എനിക്ക് പാടാനുള്ളത്. അതിങ്ങനെയാണ്. ആനത്തലയോളം വെണ്ണ തരാമെട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. ആനത്തലയോളം വെണ്ണ തരാമെട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. ഇത് പാടിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്ന് പറയുന്ന അപ്പാപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള പുഷ്പം ഏലിയാസ് എന്നാണ്. നമ്മൾ സ്നേഹത്തോടെ കൊല്ലത്തമ്മാമ എന്ന് വിളിക്കും. അപ്പോൾ അമ്മാമ്മയുടെയും കൂടെ ഒരു പാട്ടാണിത്. അപ്പോൾ കുഞ്ഞിലെ ഈ പറയുന്ന പാട്ടും അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമാണ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പാട്ടുകളാണ് കൂടുതലും
അപ്പയും അമ്മയും അതുപോലെ തന്നെ അങ്കിൾമാരും ഒക്കെ പാടി കേട്ടിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിനോ ഒരു പ്രോഗ്രാമിനോ ഒക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി ചേരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ പാട്ടുകൾ പാടും. അതിൽ സ്ഥിരമായിട്ട് വരാറുള്ള മറ്റൊരു പാട്ടാണ് സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട്. അതിൻ്റെ 2 വരി ഒന്ന് പാടാം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ പ്രേമപൂജ പുഷ്പവുമായി നീ തേടുവതാരേ തേടുവതാരേ ആരേ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യകനീയേ ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യകനീയേ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പാലാരിവട്ടം സെയിൻറ്റ് വിൻസെൻ്റ് പോളിലാണ് 4 വരെ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രിൻസിപ്പലായിരുന്ന അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന സിസ്റ്റർ മിനിയാണ് എന്നെ ആദ്യമായിട്ട് മൈക്ക് പിടിപ്പിച്ച് പാട്ട് പാടിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് അത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞിലെ ഈ പറഞ്ഞ പോലെ UKG പഠിക്കുമ്പോഴാണ് ഈ ആദ്യത്തെ പാട്ട് പാടുന്നത്. അത് ഒരു ഭക്തിഗാനമാണ്. അതൊന്ന് പാടാം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൽ വാഴേണം ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ഈ പാട്ടും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മിൻമിനി എന്ന് പറയുന്ന ഒരു ഗായിക വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്ന ശബ്ദത്തോടു കൂടിയൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിനോടും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂളിങ്ങൊക്കെ ഒരു 4th വരെ ഇങ്ങനെ പള്ളികളിലും അല്ലെങ്കിൽ കുർബാനയ്ക്കും ഒക്കെയുള്ള പാട്ടുകളാണ് കൂടുതലും നമ്മൾ പാടിയിട്ടുള്ളത്. പിന്നെ 4th കഴിഞ്ഞ് 5th ഓൺവേർഡ്സ് ആണ്, 5th to 10th ആണ് 10ാം ക്ലാസ് വരെ മേരിമാത തൃക്കാക്കരയിലാണ് പഠിച്ചത്. അവിടെ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ പാട്ടുകളും അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് തന്നെ അപ്പോഴാണ് ആദ്യമായിട്ട്. യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും കൂടുതലായിട്ടും ഗ്രൂപ്പ് ഇവൻസിനാണ് കൂടുതലും പോയിട്ടുള്ളത്. എന്നാലും സ്കൂളിൽ എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രാധികയാണ്. അപ്പോൾ രാധിക പാടി കേട്ടിട്ടുള്ള ഒരു പാട്ട്, അത് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് 5 അല്ലെങ്കിൽ ഒരു 5th ഓൺവേർഡ്സ് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത് +2 ആയിട്ടും പാടി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ പാട്ടുകൾ അപ്പോഴും ഇങ്ങനെ നമ്മൾ സ്ഥിരം എന്ന് പറയണ പോലെ പാടുന്ന ഒരു പാട്ടാണ്. അതൊന്ന് പാടാം.
അഖിലും ചന്ദനവും പൂച്ചൂടുന്നു, യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. അഖിലും ചന്ദനവും പൂച്ചൂടുന്നു, യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. നല്ലൊരു ലളിതഗാനമാണ്. പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സ്കൂളിൽ KCSL എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ വർഷവും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ലൈറ്റ് മ്യൂസിക്കും. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന ഈ സെയിം പാട്ട് തന്നെ ബേബി ടീച്ചറാണ്, ഞങ്ങൾക്ക് അവിടെ മ്യൂസിക് ടീച്ചർ ബേബി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ബേബി ടീച്ചർ ഇപ്പോൾ ജസ്റ്റ് റിട്ടയർ ചെയ്തു, മേരിമാതേന്ന്. ടീച്ചറാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് ശരിക്ക്. കാര്യം ഞാൻ പാടുന്നത് വേറെ രീതിയിലാണ്, പക്ഷേ ടീച്ചർ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. അപ്പോൾ ടീച്ചർ KCSL എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ അതിനകത്ത് നമ്മൾ പാടുന്നത്. അപ്പം എൻ്റെ അന്ന് മലയാളം പഠിപ്പിച്ചിരുന്ന അന്നമ്മ ടീച്ചർ ഈ വാക്കുകളൊക്കെ എൻ്റെ ലിറിക്സൊക്കെ ഒന്ന് മാറ്റി അത് ഒരു ഭക്തിഗാനമായിട്ട് ഒന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അത് പാടി ശരിക്കും 8th 9th 10th 3 വർഷം അടുപ്പിച്ച് ഈ KCSL സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്. അപ്പോൾ അന്നും ഈ സെയിം പാട്ട് തന്നെ, പക്ഷേ ലിറിക്സ് ചെറിയൊരു വ്യത്യാസത്തിലാണെന്ന് പാടിയിട്ടുള്ളത്. അതിൻ്റെ ജസ്റ്റ് 2 വരി ഒന്ന് പാടാം. അഖില ജനത്തിനും ഉടയവനാ അഖിലേശ്വരനെ വാഴ്ത്തുന്നു, നീലാകാശവും തെന്നലുമെല്ലാം, നീലാകാശവും തെന്നലുമെല്ലാം നിൻ തിരുനാമം പാടുന്നു, നിൻ തിരുനാമം പാടുന്നു. മൂന്ന് വർഷം അടുപ്പിച്ച് ഒരു പ്രൈസൊക്കെ കിട്ടിയോണ്ടാവും ആ പാട്ടിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 10th വരെ കുറേ യൂത്ത് ഫെസ്റ്റിവലിനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ശരിക്കും പാട്ടങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു നോളജൊന്നും പാട്ടിനെ പറ്റിയില്ല. കേട്ട് പഠിക്കും, അതാണ് പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഒരടുപ്പവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു +2 സമയമൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ ആൽബം സോങ്സൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന കുറേ സമയമാണ്. ഇപ്പം TV-യിലാണെങ്കിലും ഒരുപാട് ചാനലുകളൊന്നും ഇല്ല, എന്നാലും കുറേ അധികം നല്ല ആൽബം സോങ്സ് ഉള്ളൊരു സമയമാണ്. അപ്പം ബാലഭാസ്കറിൻ്റെയൊക്കെ പാട്ടുകൾ അന്ന് സ്ഥിരമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്ത് കുറച്ച് ഒട്ടും നമുക്കിങ്ങനെ മാറ്റി വെക്കാൻ പറ്റാത്ത കുറേ നല്ല പ്രണയഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഉള്ള കുറച്ച് പാട്ടുകളൊന്ന് പാടാമെന്ന് വിചാരിക്കണം. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം, ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം, രാഗമായത് താളമായി, നീ എനിക്കാത്മാവിൻ ദാഹമായി, ശൂന്യമാമിൻ ഏകാന്തതയിൽ പൂവിട്ടോരനുരാഗമായി, നീയൊരു സ്നേഹവികാരമായി, ഒന്നിനുമല്ലാതെ. ഒരു 10th വരെയുള്ള ഓർമ്മകൾ ഈ പാട്ടുകളിലാണ് കൂടുതൽ നിൽക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവലും ഇങ്ങനെയുള്ള ആൽബം സോങ്സും. ദെൻ 12th വന്നപ്പം കുറച്ചും കൂടെ സീരിയസ് ആയി. പഠിത്തമൊക്കെ ഞാൻ കൊമേഴ്സാണ് എടുത്തത്. അപ്പം കുറച്ച് ആ ഒരു പഠിത്തമാണ് കൂടുതലായിട്ടും അന്നേരം ഉണ്ടായിരുന്നത്. അവിടെയും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് വിദ്യയും ഇപ്പം പഠിപ്പിക്കുവാണ്. ആളും പാട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയാണ് വിദ്യയുടെ കൂടെയാണ് കൂടുതലും പ്രെയർ സോങ്സ് പാടാനായിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ 2 പേരും കൂടെ പ്രെയർ സോങ് പാടാൻ പോകും. പ്രെയർ സോങ് കഴിഞ്ഞ് ഒരു നാഷണൽ ആന്തവും കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. എന്നാലും അത്രയും മേരിമാത അതിലുണ്ടായിരുന്ന അത്രയും ഒരു ഇൻവോൾവ്മെൻറ്റ് കുറവാണ് ആ സമയത്തൊക്കെ.
അവിടെയും ഈ പറഞ്ഞ അഖിലും ചന്ദനവും തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ലളിതാനമൊക്കെ വേറെ കൂടുതൽ പാട്ടുകളൊന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, പറഞ്ഞു തരാനും ആളുകൾ കുറവായിരുന്നു. +2 അതുകൊണ്ട് അധികം പാട്ടുകൾ പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പണ്ടത്തെ പാട്ടുകൾ തന്നെയൊക്കെ പാടി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി വന്നപ്പോഴാണ് പഠിച്ചത്. ഭാരത് മാതയിലാണ് ഡിഗ്രി, BCom MCom PG ചെയ്തത് അവിടെ തന്നെയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം അവരുടെ ഇടയ്ക്കും ഈ പറഞ്ഞ പോലെ പാട്ടുകൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരുത്തി പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും കുറേ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു പാട്ട് പാടിക്കും. അങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം പാടിക്കൊണ്ടിരുന്ന അഖിലും ചന്ദനവും വിട്ടിട്ടില്ല, അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അന്നേരം ഉണ്ടായിരുന്ന കുറച്ച് അല്ലെങ്കിൽ കൂടുതലും മെലഡി സോങ്സാണ് കൂടുതലും ഞാൻ പാടാറുണ്ടായിരുന്നതും അവർ പാടിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതിൽ മെയിനായിട്ടുള്ളൊരു പാട്ടാണ് 1000 കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ട്. 1000 കണ്ണുമായി അത് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിലും നമ്മൾ ഇടയ്ക്കൊന്ന് പാടാൻ പറയുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു 4 വരി പാടാം. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ നീർത്തിയോ, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഈ പാട്ട് പാടുമ്പോഴത്തേക്കും കൂടുതലും നമുക്കൊരു സിനിമ കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു ഗ്രാൻഡ് മദർ ഒരു ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. എനിക്കും എൻ്റെ അമ്മച്ചീനെ ഒരുപാട് മിസ് ചെയ്യും ഈ പാട്ട് കേൾക്കുമ്പോൾ. അമ്മച്ചിക്കും പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴും കൂടുതലും അമ്മച്ചീനാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത്രയും ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് 1000 കണ്ണുമായി എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ആ സമയത്ത് പാടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാടിച്ചിട്ടൊരു പാട്ട് മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്ന പാട്ടാണ്. അതും ഈ പറയുന്ന പോലെ ഒരു പ്രണയഗാനമാണ്. കുറേയൊക്കെ വിരഹവും ഒക്കെ കൂടെ വരുന്ന ഒരു സോങ്ങാണ്. അതൊന്ന് പാടാം. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു, കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലെയൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം, പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്ന പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം. ഇതൊക്കെയാണ് കോളേജ് ലൈഫിൽ കൂടുതലായിട്ടും പാടിയിട്ടുള്ള പാട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ പോലെ സെയിൻറ്റ് തെരേസസ് കോളേജിലാണ് പ്ലേസ്ഡ് ആയത്. അപ്പോൾ അവിടെ നമുക്ക്
കുട്ടികളും ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കുള്ളൊരു ചെറിയൊരു ഒരു പേടിയോ ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ടൊരു ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അന്നേരവും കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് പാട്ടുകൾ പാടിക്കും. പാട്ട് പാടുമ്പോൾ ഉള്ളൊരു അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളൊരു ആദ്യത്തെ ഉള്ളൊരു പേടി ഫീലിംഗ് പാട്ട് പാടുമ്പോൾ ശരിക്കും വരാറില്ല. അപ്പം പാട്ട് എവിടെ വെച്ചാണെങ്കിലും ആരെങ്കിലും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടുക എന്നുള്ളതാണ് ശീലം. ആ സമയത്തൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ സമയത്ത് ഒരു തൊണ്ടവേദനയാണ്, അല്ലെങ്കിൽ സ്വരം മാറിയിരിക്കുമായിരിക്കും. എന്നാൽ പോലും നമുക്ക് പാട്ട് പാടാൻ അത്രയും ഇഷ്ടമാണ്. പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ പാടും എന്നുള്ളത് ആണ് എല്ലാവരും പറയാറുള്ളൊരു കാര്യം. ശ്രുതിനോട് പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കേണ്ടി വരില്ല, അപ്പം തന്നെ പാട്ട് കേൾക്കാം എന്നുള്ളത് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. അത്ര ഇഷ്ടമാണ് കേട്ടോ പാട്ട്. പാട്ട് പഠിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ പാട്ട് പാടാനായിട്ട് ഇപ്പം ചില സമയത്തൊക്കെ ഇതിനിടയ്ക്ക് കാർഡിനൽ അല്ലെങ്കിൽ +2 എന്നെ പഠിപ്പിച്ചിരുന്നൊരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ടെസ്സി എന്നെ ഒന്ന് പാടിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷേ സിസ്റ്ററിൻ്റെ ഒരു ആൽബത്തിലാണ് പാടാനായിട്ട് സിസ്റ്റർ വിളിച്ചത്. അത് അൽഫോൺസ് സാറിൻ്റെ മ്യൂസിക്കുമായിരുന്നു. അപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് പേഴ്സണൽ റീസൺസൊക്കെ കാരണം പാടാൻ പറ്റിയില്ല. അന്നും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ആദ്യത്തെ ഒരു 4 വരി പാടി നോക്കി, റെക്കോർഡ് ചെയ്ത് തന്നതും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം, അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് കാരണം നമുക്ക് പാട്ട് റെക്കോർഡിങ്ങിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു പിള്ളേർക്കുള്ളൊരു പാട്ടാണ്. അത് എങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് നോർമലി ലിറിക്സ് ഇച്ചിരി മാറ്റി പാടുന്ന ഒരാളാണ്. അത് അധികം ചിലത് ഓർമ്മയിൽ നിൽക്കാറില്ല. ചില സ്ഥിരം പാടുന്ന പാട്ടുകളാണെങ്കിൽ ഓർമ്മയിലുണ്ടാവും, അല്ലെങ്കിൽ ലിറിക്സ് ഇത്തിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ എൻ്റേതായിട്ടുള്ള വരികളൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ പാടുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു പാട്ട് ഇതാണ്, പാടാൻ പറ്റാതെ പോയൊരു പാട്ടാണ്. ഉണ്ണിയേശുവേ വാവാ എൻ്റെ മനസ്സിൽ വാവാ, ഉണ്ണിക്കിരുന്നു ചാഞ്ചാടാൻ പൊന്നുണ്ണീശോ വാ 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 വാ. അത്രേ ഓർമ്മയുള്ളൂ, ബാക്കി ഓർമ്മയില്ല. അത്രയും പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊരു സങ്കടവും കൂടിയാണ്. പിന്നെ അപ്പം പാട്ട് അങ്ങനെ ഇപ്പം കോളേജിലേക്ക് വന്നപ്പോഴാണെങ്കിലും കോളേജ് പാട്ടിനും ഡാൻസിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് പാട്ട് പാടാനായിട്ട് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ ചില പാട്ടുകൾ അല്ലെങ്കിൽ പഠിപ്പിച്ച് കുറേ അങ്ങ് ഒരു മണിക്കൂർ ഒറ്റ സ്ട്രെസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ നമ്മളൊന്ന് ബാക്കി റിവിഷനെല്ലാം കഴിയുമ്പം ഒന്ന് പാട്ട് പാടും. ചിലപ്പോൾ നമ്മൾ പാടും, ചിലപ്പോൾ കുട്ടികൾ പാടും. കുട്ടികൾ സാധാരണ പാടിക്കാറുള്ള, ഇപ്പോൾ ഈ ഓൺലൈൻ സിസ്റ്റം ഒന്നും അല്ലാതിരുന്ന സമയത്ത്, ഓഫ്ലൈനിലായിരുന്ന സമയത്ത് അവർ പാടിക്കാറുണ്ടായിരുന്ന കുറച്ച് പാട്ടുകൾ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകളാണ്. വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം മോനുണ്ടായി കഴിഞ്ഞപ്പോൾ, എനിക്കൊരു മോനുണ്ട്, മോനിപ്പോൾ 8 വയസ്സാവാനായി. അപ്പോൾ അവനെ ഉറക്കാനായിട്ടും അല്ലെങ്കിൽ അവനിഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ട്, നീ വളർന്നു പോകിലും ഏറെ ദൂരെയാകിലും എൻ്റെ ഉള്ളിനുള്ളിൽ നീ പിഞ്ചു പൈതലാകണം, ഊവാവോ മാറുവാൻ നാമം ജപിക്കണം, നല്ലവനാകേണം, താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം, താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം, അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം, അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലിട
ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഉറങ്ങും, ചിലപ്പോൾ അവനും ഉറങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഒരു കാര്യം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഒരു ചേച്ചി അനിയത്തി ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു പാട്ടാണ് കൂടുതലും. എൻ്റെ അനിയത്തി ഞങ്ങൾ തമ്മിലൊരു 11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവളെപ്പറ്റി എനിക്ക് ഓർമ്മ വരും. അപ്പം അവളുടെ പേര് അക്കു എന്നാണ് ഞാൻ വിളിക്കണേ, ലയ എന്നാണ് പേര്. അപ്പോൾ അപ്പയാണ് എനിക്ക് പേരിട്ടത്. അപ്പയുടെ ഒരു കസിൻ സിസ്റ്ററാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ അനിയത്തിയുടെ പേരിട്ടത് ഞാനാണ്, ലയ എന്ന്. എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ശ്രുതി ലയ എന്നൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിടണമെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഇട്ടൊരു പേരാണ്. പക്ഷെ ഞാൻ വിളിക്കുന്ന അക്കു എന്നാണ്. ഇതുവരെ ലയ എന്നുള്ളൊരു പേര് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. നമ്മൾ കൂടുതൽ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയവും യാത്രയാണ് ലൈഫിൽ. അപ്പോൾ അന്നേരം കൂടെ ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് പാടാറുള്ള ഒരു പാട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണെങ്കിലും ആൾക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, എളുപ്പം പാടാൻ പറ്റിയ പാട്ട് ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ട് ഒന്ന് പാടാം. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിശീധിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഈ പാട്ടാണ് ഞങ്ങൾ സ്ഥിരം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടാൻ പറയുമ്പോൾ പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഹസ്ബൻഡാണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ നന്നായിട്ട് വായിക്കും. ആൾ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പറയുന്ന പോലെ തന്നെ പഠിച്ച് വായിക്കുന്ന ഒരു ആളാണ്. ഇപ്പം കീബോർഡൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു ക്രേസ് എന്ന് പറഞ്ഞാൽ ജിയോ ഷ്രെഡിൽ ആ ആപ്പിൽ കൂടുതലും പാട്ടുകൾ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്ടം. അതുപോലെ വീട്ടിലാണെങ്കിലും ഡാഡി അല്ലെങ്കിൽ അനിയനും അനിയത്തിയൊക്കെ പാട്ട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ നമുക്ക് ലൈഫിലിങ്ങനെ എല്ലാ സ്റ്റേജസിലാണെങ്കിലും പാട്ടുകൾ ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതുപോലെ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പം പാടാൻ, ചിലപ്പം പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം, എന്നാലും എനിക്ക് കേൾക്കണേലും കൂടുതൽ പാട്ട് പാടാനാണ് ഇഷ്ടം. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ അടുത്ത് വന്ന ചില പാട്ടുകളുണ്ടല്ലോ, ഈ ഏതാണ്, ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ, വാഴ്വിൽ കനലാളം പോലെ ഉരുകുന്നൊരു മോഹം നീയേ, നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിലവാകാം നിഴലാകാം, മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം, സ്വപ്നം നീ സ്വന്തം നീ, സ്വർഗം നീ സർവം നീ.
നമ്മളൊരു പാടാനായിട്ട് പാട്ടെടുക്കുമ്പം മിക്കതും ഈ മെലഡി സോങ്സ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു സാഡ്നെസ് ഫീൽ ചെയ്യുന്ന കുറച്ച് സോങ്സും ഒക്കെ വരാറുണ്ട്. അപ്പം ചിലപ്പം കേൾക്കണവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ കൂട്ടുകാരാണെങ്കിലൊക്കെ ചോദിക്കും, ഇപ്പോഴും ഇങ്ങനെയുള്ള പതുങ്ങിയ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഞാൻ പാടുമ്പോൾ കുറച്ചും കൂടെ ഒന്നിച്ചിട്ട് വലിച്ചിട്ടായിരിക്കും പാടണേ. കാര്യം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് അറിയാതെ സ്ലോ ആയി പോകുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. അതിൽ ഇപ്പം വേറൊരു പാട്ടെന്ന് പറഞ്ഞാൽ മന്ദാരച്ചെപ്പുണ്ടോ, അത് നമുക്ക് സ്ഥിരം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എന്നാലും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് തോന്നാറുണ്ട്. അതൊന്ന് പാടാം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനമ്പാടികൾ കൂടെയുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, ഓ. ഈ പാട്ട് ഇപ്പോൾ കവർ സോങ്സ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരുപാട് ഇതിൻ്റെ പാട്ടുകൾ നമ്മുടെ ബാലഭാസ്കറൊക്കെ പാടി അല്ലെങ്കിൽ വയലിനിൽ വായിച്ച് കേട്ടിട്ടുള്ള കുറേ നല്ല പാട്ടുകളിൽ ഈ പറയുന്ന ആയിരം കണ്ണുമായി, അതുപോലെ വരമഞ്ഞളാടിയ, മന്ദാരച്ചെപ്പുണ്ട്, ഒക്കെ നല്ല കുറേ പാട്ടുകളാണ്. അങ്ങനെ പാട്ടുകൾ കൂടുതലും ഇങ്ങനെയുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പാട്ട് പാടാനായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പാടിയ പാട്ടുകൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ പോലും അപ്പയും അമ്മയൊക്കെ ഒരുപാട് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം ആ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റി എന്നുള്ളത്, സപ്പോർട്ടുണ്ട് ശരിയാണ്, പക്ഷെ നമുക്കൊരു വർക്ക് ലൈഫിലേക്കൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതൊരു ഡൗട്ടാണ്. എന്നാലും നമുക്ക് കുറേ മ്യൂസിക് ക്ലബ്ബും അതുപോലെയുള്ള കുറേ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മളുടെ തിരക്ക് വരുമ്പോൾ കുറേ നമ്മളങ്ങ് മാറ്റി വെക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ കുറേ അങ്ങ് മാറ്റി വെക്കും. പക്ഷേ പാട്ടിനോടുള്ള ഈ ഒരു ഇഷ്ടം ഇതുവരെ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര വിഷമം തോന്നിയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പോഴും കേൾക്കണത് ചിലപ്പോൾ ഈ പറയുന്ന സാഡ് സോങ്സ് ആയിരിക്കും കേട്ടോ. എൻ്റെ കൂടുതലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനത്തെയൊക്കെയാണ് വരണത്. മെലഡി അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് ഇച്ചിരി വിരഹമൊക്കെ കൂടെ കലർന്നിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലും വരുന്നത്. എപ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറയുമ്പം അങ്ങനെ ആയിരിക്കും അത് മനസ്സിൽ നിന്ന് വരാൻ. കാരണം കൂടുതലും പാടിയിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളും അങ്ങനത്തെ തന്നെയാണ്. അപ്പം ഇതുവരെ ഞാൻ പാടിയത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാട്ടുകളാണ്. അതിൽ കുറേ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. ഓരോന്നിനും ഓരോ റീസൺസും ഉണ്ട് ഓരോ പാട്ടുകൾക്കും. ആ പാട്ട് പാടുമ്പോൾ നമുക്ക് ചിലർ ഓർമ്മ വരും, ചില ഇൻസിഡൻസ് ഓർമ്മ വരും, ചില സിറ്റുവേഷൻസ് ഓർമ്മ വരും. ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ പാട്ടുകളാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഒരു പാട്ടും കൂടെ പാടി നമുക്കത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ
ഇങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ കൊച്ചിയോടും അതുപോലെ തന്നെ ഇത്രയും നേരം കേട്ടിരുന്ന ശ്രോതാക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. അവസരങ്ങൾ എപ്പോഴും വരണമെന്നുമില്ല, പക്ഷേ വന്നാൽ തന്നെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കലാപ്രബോധിനി. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.